ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുമ്പളങ്ങ കൊണ്ട് പായസം. അപ്പോൾ കുമ്പളങ്ങ നമ്മൾ ഒരു 1/2 കിലോ കുമ്പളങ്ങ നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അത് വളരെ ചില്ല് പോലെ കനം കുറഞ്ഞ് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അട പോലെ വേവുമ്പോൾ ഇരിക്കും. അപ്പോൾ നമ്മളിത് 1/2 കിലോ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ അറിയണ പോലെ തന്നെ ഒരു തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 250 കുമ്പളങ്ങ ഞാൻ 2 വിസിൽ കുക്കറിൽ കൊടുത്തിട്ട് അത് നമ്മളൊന്ന് വെള്ളം പിഴിഞ്ഞ് കളയണം. കുറച്ചുകൂടി തണുത്ത വെള്ളം കൂടി ചേർത്ത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 250 ശർക്കരയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 1/2 കിലോ കുമ്പളങ്ങയ്ക്ക് 250 ശർക്കര മതിയാവും. ഒരു തേങ്ങയുടെ 1/4 പാലും 2/2 പാലും. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് പായസം ഒന്ന് കുറുകി വരാനായിട്ട് 2 ടീസ്പൂണ് കൂവപ്പൊടിയാണ്. കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൂവപ്പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഇതിൽ ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നും ചേർക്കുന്നില്ല. ഇനി 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുമ്പളങ്ങ വെള്ളം വാരാൻ പിഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ കട്ടിയുള്ള ചീനച്ചട്ടിയാണ് വെച്ചേക്കണത്. അപ്പോൾ അതിലോട്ട് ഞാൻ ഈ ശർക്കര ഉരുക്കിയിട്ട് ഇതിൽ അരിച്ചൊഴിച്ചതാണ്. കല്ലൊക്കെ കളഞ്ഞ് അരിച്ച് ഇതിലൊഴിച്ചിട്ട് നമുക്കതൊന്ന് ഈ പാത്രത്തിലൊന്ന് തിളച്ച് വരുമ്പോൾ ഈ വെള്ളം വലിയിച്ച് വെച്ചിട്ടുള്ള കുമ്പളങ്ങ അതിലിട്ട് കൊടുക്കാം. അപ്പോൾ കുമ്പളങ്ങ അതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ശർക്കരയിൽ അത് കിടന്ന് ശർക്കര പിടിക്കുന്ന വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പായസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് ഒന്ന് ശർക്കരയൊക്കെ അതിൽ പിടിച്ച് വരുന്ന ഇത്രയും സമയമാകുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ചില വീഡിയോസൊക്കെ മിസ്സായി. അപ്പോൾ നമ്മൾ 2 ടീസ്പൂണ് നെയ്യ് ഇതിൽ ചേർത്ത് ശർക്കര കുമ്പളങ്ങ അതിൽ കിടന്ന് ശർക്കരയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ സമയത്ത് ഇതിലോട്ട് ഇനി 2/2 പാൽ ആഡ് ചെയ്യുക ആദ്യം. അപ്പോൾ 2/2 പാലിൽ കുറച്ച് പാല് മാറ്റി വയ്ക്കണം. നമുക്ക് കൂവപ്പൊടി ഒന്ന് അതിൽ കലക്കിയിട്ട് ഒഴിക്കാനുണ്ട്. ബാക്കിയുള്ള 2/2 പാൽ ഇതിൽ ഒഴിച്ചിട്ട് ഏകദേശം 1 കപ്പ് പാലുണ്ടാവും. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എപ്പോഴും നമ്മൾ പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരുവിധം തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് കൂവപ്പൊടി ബാക്കിയുള്ള ഒരു 1/2 ഗ്ലാസ് പാലിൽ കലക്കിയിട്ട് വേണം ഇതിൽ ഒഴിക്കാൻ. പക്ഷെ അതും വീഡിയോ ഞാൻ എടുത്തത് ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഒഴിച്ചു. അപ്പോൾ ഇത്രയും കുറുകി വന്നു കൂവപ്പൊടിയും കൂടി ചേർത്തപ്പോൾ. ഇനി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഒന്ന് മധുരം ക്രമീകരിക്കാനായിട്ട്. മധുരമൊക്കെ നല്ല പാകത്തിനുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്, കൂവപ്പൊടിയും കലക്കി ചേർത്തിട്ടുണ്ട്. രണ്ടിൻ്റെ വീഡിയോ അതിൽ വന്നിട്ടില്ല. അപ്പോൾ ഒരുവിധം കുറുക്കി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഞാൻ 1/4 പാല് തമ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത് ഇങ്ങനെ കുറുകി വന്നപ്പോൾ നമ്മളതിലോട്ട് തമ്പാൽ ചേർക്കുക. തമ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റവ് നിർത്തുക പെട്ടെന്ന്. പിന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. 1 മിനിറ്റ് ചൂടാവുക വേണ്ടോ, അത് നല്ലപോലെ തിളയ്ക്കൊന്നും വേണ്ട. ഇനി വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ഇടാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയോ ഒന്നും ഇട്ടില്ല. ഒരു 2 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പായസം നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ പഴയിടത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ അതൊന്ന് നോക്കിയിട്ട് ചെയ്ത് നോക്കിയപ്പോൾ നന്നായപ്പോൾ വീഡിയോ ഇട്ടതാണ്. പഴയിടത്തിൻ്റെ റെസിപ്പിയിൽ കണ്ടതാണ് കുമ്പളങ്ങ കൊണ്ട് പായസം. അപ്പോൾ ഞാൻ വീട്ടിൽ കുമ്പളങ്ങ കുറേ ഉണ്ടായപ്പോൾ അത് നോക്കി ചെയ്തതാണ്. അപ്പോൾ സംശയമുള്ളവർക്ക് അതും നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്